ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഇസ്ലാം സന്യാസ പാരമ്പര്യങ്ങളിൽ ഒരു ഒറ്റക്കണ്ണൻ ഗുരുവിൻ്റെ കഥയുണ്ട്. തൻ്റെ ആ ഒറ്റക്കണ്ണിൻ്റെ രഹസ്യം പൊരുള് മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പ് അയാൾ ഉറ്റവരോട് വെളിപ്പെടുത്തി. എല്ലാവരെ കണക്കും 2 മിഴികൾ അദ്ദേഹത്തിനുമുണ്ടായിരുന്നു. ചങ്കോട് ചേർത്ത് പിടിച്ചൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. അയാൾ കടക്കണ്ണിയിൽപ്പെട്ടു. നാട് വിട്ടു പോകാതെ വേറെ വഴിയില്ലെന്നായി. മടങ്ങിപ്പോകുന്നതിൻ്റെ തലേ രാവിലെ ചങ്ങാതിയെ കാണാൻ വന്നു. 2 പേരും പരസ്പരം ആലിംഗനം ചെയ്തും പരസ്പരം ആശ്വസിച്ചും ആ രാത്രി ചിലവഴിച്ചു. പുലരിയിൽ നാട്ടുപാതയിലൂടെ അയാൾക്ക് കൂട്ടുപോയി. ചങ്ങാതി പോകുന്നത് കണ്ടു നിന്നു. തിരിച്ചു വരുമ്പോൾ തൻ്റെ മുറിയിൽ കണ്ണാടിന് മുമ്പ് നിൽക്കുമ്പോഴാണ് ആ ഒരു കാര്യം അയാൾ ശ്രദ്ധിച്ചത്. തൻ്റെ 2 കണ്ണിൽ ഒന്ന് നനഞ്ഞിട്ടില്ല. ദൈവമേ, ചങ്ങാതിയുടെ സങ്കടം കേട്ടിട്ട്, ദുരിതവും ദുഃഖവും കേട്ടിട്ട് നനയാത്ത ഈ കണ്ണ് എനിക്കെന്തിന്? അയാൾ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ആ നിമിഷം കണ്ണ് നിറയാത്ത അയാളുടെ ആ ഒരു മിഴി അടഞ്ഞുപോയി. അയാൾ ഒറ്റക്കണ്ണനായി. ലോകത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ദുര്യോഗങ്ങളും കണ്ട് നനയാത്ത ഒരു നിലനിൽപ്പ്, നനയാത്ത മിഴികൾ എന്തിനാണ്? ലോകത്തോട് കുറേ കൂടി ബന്ധപ്പെടാനായിട്ട്, ബന്ധത്തിലായിരിക്കാനായിട്ടുള്ള ഒരു ക്ഷണത്തിൻ്റെ പേരാണ് അഷ്ടഭാഗ്യങ്ങൾ. അഷ്ടഭാഗ്യം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ നമ്മളെങ്ങനെ ലോകത്തോട് നമ്മൾ കുലീനമായിട്ട് റിലേറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അവനവൻ്റെ ജീവിതത്തിന് മുമ്പിൽ 2 സാധ്യതയുണ്ട്. യേശു പറയുന്ന കണക്ക് ഓരോ ജീവിതവും ഓരോ ധാന്യമണി കണക്ക്. ധാന്യമണിൻ്റെ മുമ്പിലുള്ള ആ 2 സാധ്യതകളൊന്ന് പറയുന്ന പത്തായമാണ്. ആർക്കാണ് കുറേ കൂടി സുരക്ഷിതത്വവും സംരക്ഷണമൊക്കെ ആവശ്യമില്ലാത്തത്? പക്ഷെ പ്രശ്നമുണ്ട്. അതിനകത്തിരുന്ന് പൊടിഞ്ഞു പോകുക എന്നുള്ളതാണ്. ഒരു തളിർപ്പുണ്ടാവുന്നില്ല. അങ്ങനെ ആ വാർദ്ധക്യമെന്ന് പറയുന്ന ഒരു കാലത്തിലൂടെയോ അല്ലെങ്കിൽ ജീവിതാന്തത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രത്യേകിച്ച് ഒന്നും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അപൂർവം ചിലർ തിരിച്ചറിയുന്നുണ്ട് തങ്ങളുടെ ജീവിതം വയലിന് വേണ്ടിയാണ്. അവരിങ്ങനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ മണ്ണിലേക്ക് എറിഞ്ഞു കൊടുക്കാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഒടുവിൽ ആ പൊൻവർണ്ണമൊക്കെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന്, മണ്ണോട് ചേർന്ന് അത് പൊടിഞ്ഞു പോകുമ്പോൾ, ചേറിലലിഞ്ഞു പോകുമ്പോൾ, ഒരു മഴയ്ക്ക് ശേഷം അതേ ഇടത്തിൽ നിന്ന് ഒരു നാമ്പുണ്ടാവുന്നു. പിന്നീട് എത്രയോ സുഹൃത്തുക്കളുടെ കൊയ്ത്തുത്സവമായിട്ട് ആ നാമ്പ് മാറുന്നു. ഭൂമിക്ക് വേണ്ടി, അവരിന് വേണ്ടി എറിഞ്ഞു കൊടുത്ത ജീവിതം. അത് ഒറ്റനോട്ടത്തിൽ വല്ല ക്ലേശകരവും തോൽവിയൊക്കെ ആയിട്ട് അനുഭവപ്പെട്ടെന്നിരിക്കാം. പക്ഷെ അതിൽ തന്നെ വലിയ വിസ്മയങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളതാണെന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഗിരിപ്രഭാഷണം അഷ്ടഭാഗ്യം നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക. വിജയമെന്ന് കരുതിയ പല കാര്യങ്ങളും അത്ര വിജയമായിരുന്നില്ല. നേരത്തെ മനസ്സിലാക്കിയ ഒരു ഭാഗ്യവാന്മാർ. മഹാഭാരത യുദ്ധത്തിന് ശേഷം ധർമ്മപുത്രർക്ക് പിടുത്തം കിട്ടുന്നതാണ്. വലിയ ഒരു യുദ്ധത്തിൻ്റെ വിജയത്തിൽ ഇങ്ങനെ ഏറ്റവും ആഘോഷഭരിതമായിട്ട് നിൽക്കേണ്ട ആ നിമിഷത്തിൽ ഒരു അശ്വിനിപാതം കണക്ക് അയാൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട്. യുദ്ധത്തിൽ തങ്ങളുടെ ഏറ്റവും വലിയ പ്രതിയോഗിയെന്ന് ഗണിച്ച ആ മനുഷ്യൻ, കർണൻ, തങ്ങളുടെ തന്നെ സഹോദരനായിരുന്നു. ദൈവമേ, ഈ വിജയം ഒരു പരാജയമാണല്ലോ എന്നാണ് ധർമ്മപുത്രർ നിലവിളിക്കുന്നത്. നമ്മൾ വിജയം എന്ന് കരുതുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും പരാജയത്തിൻ്റെ കഥയുണ്ട്, അല്ലെങ്കിൽ ആരെയോ തോൽപ്പിച്ചതിൻ്റെ കഥയുണ്ട്, ഉറ്റവരെ തോൽപ്പിച്ചതിൻ്റെ കഥയുണ്ട്. അതൊക്കെ നേരത്തെ പിടുത്തം കിട്ടിയ മനുഷ്യർ ഇങ്ങനെ ബോധപൂർവം തോൽക്കാനും ബോധപൂർവം വിട്ടുകൊടുക്കാനും ബോധപൂർവം അലിഞ്ഞു ചേരാനും ഒക്കെ ആയിട്ട് തയ്യാറാവുന്നുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരു ഇടുങ്ങിയ വഴിയുടെയും ഇടുങ്ങിയ വാതിലിൻ്റെയും കഥയാണ്. യേശു പറയുന്നുണ്ടല്ലോ, ഇടുങ്ങിയ വഴിയിലൂടെയും വാതിലൂടെയും പ്രവേശിക്കാനായിട്ട്. അത് അഷ്ടഭാഗ്യമല്ലാതെ മറ്റെന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? 5ഓളം കാര്യങ്ങളാണ് നമ്മൾ പരാമർശിച്ചു പോകുന്നത്. ഒന്നിങ്ങനെ അവനവൻ ഭിക്ഷുവാണെന്ന് തിരിച്ചറിയുന്നൊരു ഘട്ടം. തൻ്റെ മരണയാത്രയിൽ തനിക്ക് കൂട്ടുവരേണ്ടത് ഏകദേശം ഒരു 100ഓളം വരുന്ന യാചകരാണെന്ന് ഡാവിഞ്ചി ശടിച്ച കഥ വായിച്ചിട്ടുണ്ട്. അവരായിരുന്നു ഈ മനുഷ്യൻ്റെ ആ ഒരു ഇടത്തിലേക്ക്, അന്ത്യ ഇടത്തിലേക്ക് കൂട്ടായിട്ട് പോകുന്നത്. അതിന് താഴെയോ അതിന് മാറിയൊക്കെ ആയിരുന്നു അക്കാലത്തെ ഏറ്റവും വിശിഷ്ടമെന്ന് കരുതിയ മനുഷ്യരുടെയൊക്കെ സാന്നിധ്യം. തന്നോടൊപ്പം സഞ്ചരിക്കേണ്ടത് യാചകരാണെന്ന് ഒരു മനുഷ്യൻ ശടിക്കുമ്പോൾ, അന്ത്യയാത്രയിൽ കൂട്ടുവൻ്റെ യാചകരാണ് ശടിക്കുമ്പോൾ എത്ര ഭംഗിയായിട്ട് ആ മനുഷ്യൻ ജീവിതത്തെ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനവൻ ഭിക്ഷുവാൻ തിരിച്ചറിയുന്നൊരു ഘട്ടം, രണ്ടിങ്ങനെ വിലപിക്കുന്നൊരു ഘട്ടം, എല്ലാത്തിനെക്കുറിച്ചും പലതിനെക്കുറിച്ചും, അവനവൻ്റെ വീഴ്ചകളെക്കുറിച്ച് അനുതാപം, ഇങ്ങനെ പലതരം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന വിലാപം, പിന്നെ അതിനകത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശാന്തത, പിന്നെ കുറേ കൂടി സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള നിലനിൽപ്പാണ്. ലോകത്തെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാകും. നീതിക്ക് വേണ്ടി
ഇങ്ങനെ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യാനുള്ളതാണ്. ലോകത്തെ സ്നേഹിക്കുക എന്ന് തന്നെയാണ് വേദപുസ്തകം പറയുന്നത്. ലോകത്തിൽ നിന്ന് അകന്നു മാറുക എന്ന് പറയുമ്പോൾ ലോകം വെച്ച് നീട്ടുന്ന കെണികൾ, അത് വെച്ച് നീട്ടുന്ന മായാക്കാഴ്ചകളിൽ നിന്ന് അകന്നു മാറി നിൽക്കാമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അടിസ്ഥാനപരമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്ന ലോകത്തെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. സുവിശേഷം ആരംഭിക്കുന്നതിന് എങ്ങനെയാണ്? ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട്. ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ടെന്ന് ആരംഭിക്കുന്ന ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ തെളിഞ്ഞോ മറഞ്ഞോ ജീവിക്കുന്നവർക്ക് ലോകത്തെ സ്നേഹിക്കേണ്ട ബാധ്യതയുണ്ട്. അതങ്ങനെ അല്ലെന്നൊക്കെ കരുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫോഗാമുന്തി എന്നൊരു സ്പിരിച്വാലിറ്റി പോലും രൂപപ്പെടുക. ലോകത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നൊക്കെ പറയുന്നിടത്തം ലോകത്തിലേക്ക് വാ, അതിൻ്റെ സങ്കടങ്ങളിലേക്ക് വാ, അതിൻ്റെ വ്യഥകളിലേക്ക് വാ, അതിൻ്റെ ആകുലതകളിലേക്ക് വാ. അപ്പോൾ ആ ഘട്ടത്തിൽ ഒരു 5ാമത്തെ ചുവടെന്ന് കണക്കാക്കാവുന്ന ഒരു ഇടത്തിലാണ് നമ്മളെത്തുന്നത്. ഈ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അത് നീതിയേക്കാളൊക്കെ അഗാധമാണ്. നീതി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ അർഹതയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വിളിക്കുന്ന വാക്കാണ് നീതി. അർഹത ഇല്ലാത്ത കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വിളിക്കുന്ന വാക്കാണ് കരുണയെന്ന് പറയുന്നത്. വാസ്തവത്തിൽ വേദപുസ്തകം കരുണയുടെ കഥയാണ്. അതിങ്ങനെ നീതിയുടെയോ സ്നേഹത്തിൻ്റെയോ കഥയല്ല. കാരണം നീതിയായാലും സ്നേഹമായാലും അതിങ്ങനെ ഒരേപോലുള്ളവർക്കിടയിൽ, തുല്യർക്കിടയിൽ കൊടുക്കുന്ന ഒന്നായിട്ടാണ് പലപ്പോഴും നമ്മൾ എണ്ണിക്കുക. അപ്പോൾ സ്നേഹത്തിലാണെങ്കിൽ പോലും രണ്ടുപേര് സ്നേഹിക്കുമ്പോൾ ഒരേ തട്ടകത്തിലല്ല നിൽക്കുന്നെങ്കിൽ പോലും ആ സ്നേഹിക്കുന്ന നിമിഷം തൊട്ട് അവരവരുടെ സമത, ആ തുല്യതയെക്കുറിച്ച് ഒരു ധാരണയിലെത്തുന്നുണ്ട്. ഇതങ്ങനെയല്ല. ഇതിങ്ങനെ മുങ്ങിത്തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ വെച്ച് നീട്ടുന്നൊരു കാര്യമാണ്. വല്ലാതെ തകർന്നു പോയ ഒരാൾക്ക് വേണ്ടിയുള്ള ഒന്നാണ്. കരുണ എന്ന് പറയുന്നതാണ് ഏറ്റവും മനുഷ്യനുമായി ബന്ധപ്പെട്ട് മനുഷ്യന് പുലർത്താവുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഭാവം. എന്തും ഈ കരുണയിലേക്കുള്ള ക്ഷണമാണ്, കരുണയിലേക്കുള്ള യാത്രയാണ്. പഴയ ഗീതങ്ങളിലൊക്കെ കേൾക്കുന്ന കണക്ക് കരുണ ചെയ്യാൻ എന്ത് താമസം എന്നുള്ള സംഗീതജ്ഞന്മാരൊക്കെ പാടുന്ന കണക്ക് ലോകം മുഴുവൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. കരുണ ചെയ്യാൻ എന്താ താമസം? ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് കരുണയ്ക്കുള്ളൊരു ഇടപെടൽ വരാത്തത്? ആ ഒരു വാക്കായിരുന്നു ഏറ്റവും കൂടുതൽ യേശു പറയാൻ ശ്രമിച്ചതെന്ന് തോന്നുന്നു. ഇങ്ങനെ കരുണയുള്ളവരാവുക. തെറ്റിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയൊക്കെ അങ്ങനെയാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. ആൾക്കൂട്ടം അവളെ വളഞ്ഞു ചുറ്റി കൊല്ലാനായിട്ട് തുനിഞ്ഞിറങ്ങുമ്പോൾ യേശു ആൾക്കൂട്ടത്തിൻ്റെ ആരോപണങ്ങൾ കേട്ടില്ലെന്ന മട്ടിൽ നിലത്തിരുന്ന് എഴുതിയെന്നാണ് വേദപുസ്തകം പറയുക. അവിടുന്ന് എന്താണ് എഴുതിയെന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒത്തിരി നിരീക്ഷണങ്ങളും ധ്യാനങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിചാരം ഇതാണ്: അവിടുന്ന് ഒരൊറ്റ കാര്യം മാത്രമാണ് എഴുതിക്കൊണ്ടിരുന്നത്, കരുണ, 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 കരുണ. അതിങ്ങനെ എഴുതുന്നത്, ആ എഴുതിയത് വായിക്കുന്നതനുസരിച്ചിട്ട് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കരുണ ഉണ്ടായി. അപ്പോഴവർക്ക് തോന്നി തങ്ങളൊരു പെങ്ങളെയാണ് തങ്ങൾ വലിച്ചഴിച്ചുകൊണ്ട് വന്നത്. ഓരോരുത്തരായിട്ട്, മുതിർന്നവർ തൊട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ തങ്ങളുടെ കല്ലുകൾ ഇട്ടിട്ട് പോയെന്നാണ് പറയുക. ആവശ്യത്തിലേറെ മനുഷ്യർ കുറ്റാരോപിതരാകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഒരു മറഞ്ഞും തെളിഞ്ഞുമൊക്കെ ഉള്ള ഒരു ഹിംസാത്മകത അപ്പോൾ ഇങ്ങനെ സടകുടഞ്ഞ് എണീറ്റ് വരുന്നു. നമ്മൾ എത്ര പെട്ടെന്നാണ് മനുഷ്യരുടെ മീതിൽ ഇങ്ങനെ വെർട്ടിക്കലാക്കുന്നത്, എത്ര പെട്ടെന്നാണ് മനുഷ്യരുടെ വിധിവാചകങ്ങൾ ഉയർത്തുന്നത്. എനിക്ക് തോന്നുന്നു ലോകം കുറച്ചുകൂടി എത്തേണ്ട ഒരു വാക്ക് കരുണ എന്നാണ്. അപ്പോൾ ആരുടെ മേലും ഒന്നും കുറ്റമാരോപിക്കാനായിട്ട് നമുക്ക് തോന്നുന്നില്ല. മനുഷ്യന് ഇതിനേക്കാൾ കൈവിട്ടോ ഇതിനേക്കാൾ ഇടറിയോ ഒക്കെ ചില കാര്യങ്ങളിൽ പെട്ടുപോകാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. ചിലപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും ഇങ്ങനെ പെടാതെ പോയതിനെ ഓർത്ത് ദൈവമേ നിൻ്റെ കരുണയല്ലാതെ മറ്റെന്തെന്ന് ഓർത്തിട്ട് കരച്ചിൽ വരും. അപ്പോൾ ഈ കരുണയെന്ന് പറയുന്ന ഒന്നിലേക്ക് തന്നെയാണ് ഈ മനുഷ്യരുടെ എല്ലാ തീർത്ഥയാത്രകളും എത്തേണ്ടതും അവസാനിക്കേണ്ടതെന്നൊക്കെ തോന്നുന്നു. പ്രണയത്തിൻ്റെ ഏറ്റവും നല്ലൊരു കവിതയായിട്ട് ഒരുപക്ഷെ ദേശത്തെടുക്കപ്പെടുന്നത് കരുണയെന്ന് പറയുന്ന കൃതിയാണല്ലോ. അതിങ്ങനെ ഏതിൻ്റെയും അവസാന ഭാവം കരുണയാണ്. അതിനകത്ത് ഒരു കാര്യം കൂടി ഓർമ്മിക്കാനുള്ളത് എങ്ങനെയാണ്, പല്ലനാറ്റിൽ കുമാരനാശാൻ ബോട്ടപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൃതിയും ഇത് തന്നെയായിരുന്നു, കരുണയാണ്. ലോകത്തോട് കരുണയെക്കുറിച്ച് പറയാനായിട്ടാണ് എല്ലാ മനുഷ്യരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കവികളും വലിയ പണ്ഡിതന്മാരും ജ്ഞാനികളും താപസന്മാരും ഒക്കെ പറയാൻ ശ്രമിക്കുന്ന വാക്കത് കരുണ. ഇതുമാത്രം അവനവൻ്റെ ജീവിതത്തിൽ ഈ കരുണയെന്ന് പറയുന്ന വാക്കിന് ഇടം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ കരുണ നമ്മൾ നമ്മുടെ ലോകത്തോട് കൈമാറേണ്ടത്? അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത് മാപ്പ് കൊടുക്കുകയാണ്. മാപ്പ് കൊടുക്കുന്ന കണക്ക് വേറെ കരുണയില്ല. കാരണം അതെനിക്ക് അർഹിക്കുന്നതല്ല. ഞാൻ നിൻ്റെ ഒരു ബെനവലൻസ് നിൽക്കുക. നീ എനിക്ക് മാപ്പ് തരുന്ന ആ നിമിഷം തൊട്ട് എത്ര ദൈവസദൃശ്യമായിട്ട് നിങ്ങൾ മാറുന്നു. വേദപുസ്തകത്തിൻ്റെ ഒരു സാരാംശം, പുതിയ നിയമത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ മാപ്പ് കൊടുക്കാനുള്ള ക്ഷണമാണല്ലോ. കാരണം മാപ്പ് കിട്ടിയവരാണ് നമ്മൾ. യേശു പറയുന്ന ആ 10,000 താലന്തിൻ്റെ കഥയൊക്കെ ഒന്ന് ഓർത്താൽ നല്ല. വസ്തുത നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥയായിട്ട് എനിക്ക് തോന്നുന്നു. യേശു പറയുന്ന എല്ലാ കഥകൾക്കും
നമ്മളോട് ചേർന്നിട്ടുള്ള എന്തോ ചില കാര്യങ്ങൾ പറയാനും സംവേദിക്കാനും ഉണ്ട്. പക്ഷെ അത്തരം കഥകൾക്കകത്ത് ഞാൻ വിചാരിക്കുന്നു നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, ചേർന്ന് നിൽക്കുന്ന കഥയെന്ന് പറയുന്ന 10,000 താലന്തിൻ്റെ കടമിളവ് ചെയ്ത് കിട്ടിയ മനുഷ്യൻ്റെ കഥയാണ്. അയാളുടെ കരച്ചിൽ കണ്ടിട്ട് അയാളുടെ അയാൾ നൽകേണ്ട ആ പണത്തിന് മീതെ ഒരു ഇളവോ തീർപ്പോ ഒക്കെ കൽപ്പിച്ച് അയാൾ വെറുതെ വിടുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പുറത്തേക്ക് ചെല്ലുമ്പോൾ തന്നോടിങ്ങനെ വെറുതെ 100 ചില്ലിക്കാശിൻ്റെ കടവുള്ള ഒരു മനുഷ്യനോട് കഠിനഹൃദയനാവുകയാണ്. ഇത് തന്നെ ജീവിതം. അവിടുത്തെ മഹാകാരുണ്യം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ സന്നിധി നിൽക്കാനായിട്ട് പറ്റുക? എന്തുമാത്രം കൈപ്പിഴകൾക്കും എന്തുമാത്രം അപരാധങ്ങൾക്കുമൊക്കെയാണ് ആ മഹാകാരുണ്യം നമുക്ക് ഇളവ് തന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? എങ്ങനെയാണ് ജീവിതത്തിന് മുമ്പോട്ട് പോകാനുള്ള പ്രേരണ ഉണ്ടാവുക? അപ്പം അത്രയും കരുണ കിട്ടിയിട്ടും എത്ര ചെറിയ കാര്യങ്ങൾക്ക് മീതെയാണ് നമ്മൾ മനുഷ്യർ ക്ലേശം കൊടുത്തുകൊണ്ടിരിക്കുക, മനുഷ്യരുടെ മീതെ നുഖങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത് ഈ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്ന കരുണയാണ്. അതുകൊണ്ടാണ് ഈ മാപ്പ് കൊടുക്കുന്നവരും ദൈവവും തമ്മിൽ തീരെ അകലമില്ലെന്ന് വേദപുസ്തകം പറയുന്നത്. സഹോദരൻ മാപ്പ് കൊടുക്കുന്നൊരു ഭാഗം പഴയ നിയമത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുക, ഇടക്കിടക്ക് പരാമർശിക്കുകയും ചെയ്യുന്നൊരു ഭാഗമുണ്ടല്ലോ, എസാവിൻ്റെയും യാക്കോബിൻ്റെയും കഥ. യാക്കോബ് ഇങ്ങനെ മാപ്പിന് അർഹതയില്ലാത്ത മനുഷ്യനാണ്. ഇളംപ്രായം തൊട്ട് തന്നെ ഇങ്ങനെ വലിയ കളിപ്പീരിലൂടെ കടന്നുപോയ, വലിയ കളിപ്പീരുകൾക്ക് ഈ മനുഷ്യനെ വിധേയപ്പെടുത്തിയ അനുജൻ്റെ പേരാണ് യാക്കോബ്. എന്നിട്ടും ഒരു മലയിൽ വെച്ച് അവർ കണ്ടുമുട്ടുമ്പോൾ ഈ അനുജനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ വാവിട്ട് കരയുക. ആ കരച്ചിലിനിടയിൽ വേദപുസ്തകം പറഞ്ഞൊരു വാക്ക് നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്, ഇപ്പോൾ ചേട്ടായി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുഖമാണ്. അപ്പോൾ ഈ കരുണ കാട്ടിയവർ, മാപ്പ് കൊടുത്തവർക്കൊക്കെ ദൈവത്തിൻ്റെ മുഖമാണ്. ഇവിടെയൊക്കെ മനുഷ്യർ മാപ്പ് കൊടുക്കുന്നു, അവിടെയൊക്കെ എത്ര പെട്ടെന്നാണ് മനുഷ്യർക്ക് ഇങ്ങനെ ദൈവത്തിലേക്കുള്ളൊരു പരിണാമം സംഭവിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു തരം മനുഷ്യൻ്റെ ദൈവപരിണാമം എന്ന് പറയുന്നത് ഈ മാപ്പ് കൊടുക്കലിലൂടെയും കരുണയിലൂടെയൊക്കെയാണ്. അപ്പോൾ കുറേ കൂടി ആ മാപ്പിൻ്റെ മനുഷ്യരാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ കരുണയുടെ മനുഷ്യരാവുക എന്ന് പറയുന്നതിൻ്റെ സാരാംശം. ഒടുവിൽ വിധിക്കപ്പെടാൻ പോകുന്നത് നിങ്ങൾ എന്തുമാത്രം കരുണയുടെ പ്രവർത്തികൾ ഏർപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതല്ല വേറൊരു മാനദണ്ഡവും ഇല്ല. അന്തിമവിധിയെക്കുറിച്ചൊക്കെ എത്ര വ്യക്തമായിട്ടാണ് വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ ലോകത്തോട് എത്ര കരുണയുള്ളവരായിരുന്നു. വിശന്നവന് നിങ്ങൾ അന്നം കൊടുത്തു. അന്നം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അറിവും അന്നമാണ്. പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്ന, പഠിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? അതൊക്കെ അന്നമാണ് വാസ്തവത്തിൽ. അല്ലെങ്കിൽ ഈ നല്ലതിന് വേണ്ടിയുള്ള ദാഹം, ഈശ്വരന് വേണ്ടിയുള്ള ദാഹത്തെ ഏതെങ്കിലും തരത്തിൽ ഉണർത്തുകയോ ഏതെങ്കിലും തരത്തിൽ ശമിപ്പിക്കുകയോ ചെയ്തോ? അലഞ്ഞവന് നിങ്ങൾ തണലായിട്ടുണ്ടോ? പരദേശിക്ക് തണലായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അപമാനങ്ങളിൽ പെട്ടുപോയ ഒരുവന് നിങ്ങൾ പുതപ്പായി മാറിയിട്ടുണ്ടോ? നഗ്നനെ ഉടുപ്പിച്ചിട്ടുണ്ടോ? രോഗിയുടെ അടുക്കൽ സദാ ഉണ്ടായിരുന്നോ? അയാൾ വല്ലാത്തൊരു ഘട്ടത്തിലല്ലേ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു രോഗി നിങ്ങളുടെ വീട്ടിലുണ്ടാകുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകുന്നത്. ഒരു ഇത്തിരി മാറിക്കഴിയുമ്പോഴേക്കും ഇങ്ങനെ എന്തൊരു ഭയമാണ് രോഗക്കിടക്കിൽ കിടക്കുന്നത്. കാരണം അയാളുടെ ലോകത്തിനപ്പുറം ഒന്നുമില്ല. അയാൾ കാണുന്നത് ഈ 4 ചുമരുകൾ മാത്രമാണ്. സ്വാഭാവികമായിട്ട് അയാൾ ലോകത്ത് ഒറ്റയാണെന്നൊരു തോന്നൽ വരുന്നു. ഇത്തിരി നമ്മൾ മാറിക്കഴിയുമ്പോഴേക്കും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഉറക്കെ വിളിച്ചു തുടങ്ങുന്നു. നമുക്ക് പലപ്പോഴും അതെന്തൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അനുഭവപ്പെടുക. പക്ഷെ ഒരു രോഗിയുടെ സ്റ്റാറ്റസ് എപ്പോഴും ഈ കമ്പാഷൻ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ആരെയാണോ ഉറ്റുനോക്കുന്നത് അവരുടെ ആംഗിളിൽ നിന്ന് കാര്യങ്ങൾ കാണാനായിട്ട് ക്ഷണോ. അപ്പോൾ ചിലപ്പോൾ അത്രയും നീരസോ അത്രയും ബുദ്ധിമുട്ടൊക്കെ നിങ്ങളുടെ ഒരു ശരീരഭാഷയിൽ ഉണ്ടായില്ലെന്നിരിക്കും. പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് തടവറയിൽ പെട്ടുപോയവർക്ക്, ഓരോരോ കെണിയിൽ പെട്ടുപോയവർക്ക്, ഓരോരോ ഇടങ്ങളിൽ കുരുങ്ങിപ്പോയവർക്ക് അവരുടെ അടുക്കിലേക്ക് നിങ്ങൾ എത്ര പോയിട്ടുണ്ട്? അപ്പോൾ ഈ ഒരു കരുണയുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് ഒരാളുടെ ജീവിതം വിലയിരുത്തപ്പെടാൻ പോവുക. ഇങ്ങനെ നേരത്തെ പുറത്തായൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ജീവിക്കേണ്ടി വരുന്ന ബാധ്യതയുള്ള ഒരു സമൂഹമാണിത്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തായി. വിശന്നവന് അന്നവും, ദാഹിക്കുന്നവന് ദാഹിക്കുന്നവന് ജലവും, അലയുന്നവന് തണലും ഒക്കെ കൊടുത്തോ എന്നുള്ള ചോദ്യം കൊണ്ട് മാത്രമായിരിക്കും എൻ്റെ ജീവിതം വിധിക്കപ്പെടാൻ പോവുക. അതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇവിടെ പറയുന്ന ഈ 6 കാര്യങ്ങൾക്കകത്ത് ഒന്നിനകത്ത് പോലും നമ്മുടെ ഒരു മതാത്മക ജീവിതമായിട്ട് കാര്യമായ ധാരണയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെ മതാത്മക ജീവിതത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഈ മാനവികതയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ഒരു അന്വേഷണത്തിലാണ് പുതിയ അവസാനിക്കാനായിട്ട് ആഗ്രഹിക്കുക. കുറേ കൂടി ഇങ്ങനെ കരുണയുടെ പൊടിപ്പ് ഉണ്ടാവുക, കരുണയുടെ പൊടിപ്പുകൾ വളർത്തിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചെറിയ യാത്രയിൽ, അഷ്ടഭാഗ്യങ്ങളുടെ യാത്രയിൽ 5ാമത്തെ ഇടത്തിൽ നമുക്ക് ഒന്ന് കണ്ണുപൂട്ടി ധ്യാനിക്കാവുന്ന വിചാരം. ഒക്ടോബർ 4 വരുന്നുണ്ട്.
അസീസിലെ ഫ്രാൻസിസിൻ്റെ തിരുനാളാണ്. പക്ഷേ ഇങ്ങനെ കരുണയുടെ ഒരു ആൾരൂപം കണക്ക് അനുഭവപ്പെട്ടൊരു മനുഷ്യനായത്. അത്രയും ആ കരുണ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ പുലരിയിൽ ഈ തെരുവോരങ്ങളിൽ ഇങ്ങനെ എണ്ണവിളക്കുകളുണ്ട്. അതാരെങ്കിലുമൊക്കെ ഒന്ന് കെടുത്തണം, കാരണം വെട്ടം വരുമ്പോൾ പിന്നെ അത് തെളിഞ്ഞു നിൽക്കേണ്ട ബാധ്യതയില്ല. പക്ഷെ ആ ഒരു വഴിയോരത്തെ തെരുവിളക്കുകൾ പോലും ഇങ്ങനെ അണച്ചു കളയാനായിട്ട് ഈ മനുഷ്യന് പേടിയാന്ന് പറയാം. കാരണം ആ ഒരു തിരുനാളത്തെ ഇങ്ങനെ തൊട്ടണക്കുമ്പോഴേക്കും ആ വിളക്ക് മരിച്ചു പോകുമെന്നുള്ള പേടി. ഒരുതരം വല്ലാത്തൊരു കരുണയിലേക്ക് ഈ മനുഷ്യൻ്റെ ജീവിതം എത്തി. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഈ മനുഷ്യൻ്റെ ജീവിതം. ഈ മനുഷ്യൻ തൻ്റെ ഒരു ടെസ്റ്റമെൻ്റ് എഴുതുമ്പോൾ അതെങ്ങനെയാണ് തുടങ്ങുന്നത്? വെൻ ഐ വാസ് ഇൻ സിൻ, ഞാൻ പാപത്തിലായിരിക്കുമ്പോൾ. പാപം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ആദ്യകാലങ്ങളിലൊക്കെ ആ പാപം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ശരീരവുമായി ബന്ധപ്പെട്ട് ചില അലച്ചിലുകളോ അന്വേഷണങ്ങളോ ഒക്കെ ആയിട്ടൊക്കെ ചില വിശദീകരണങ്ങളും അതിൻ്റെ പേരിലൊക്കെയുള്ള ചില എന്താ പറയുന്ന കൃതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കൂടുതലായിട്ട് പഠിക്കുന്നവർ പറയുന്ന അദ്ദേഹം പരാമർശിക്കുന്ന പാപം എന്ന് പറയുന്നത് അദ്ദേഹം യുദ്ധത്തിന് പോയിട്ടുണ്ട്. 2 പ്രാവശ്യം യുദ്ധത്തിന് പോയിട്ടുണ്ട്. 2ാമത്തെ പ്രാവശ്യമാണ് മടങ്ങി വരുന്നത്. ആദ്യ പ്രാവശ്യം യുദ്ധത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. യുദ്ധത്തിൽ പങ്കുചേർന്നതിന് മനുഷ്യൻ സ്വാഭാവികമായിട്ട് ആളെ കൊന്നിട്ടുണ്ടാകും. മനുഷ്യനെ കൊല്ലുക, വധിക്കുക എന്നതിനേക്കാൾ കഠിനമായിട്ട് എന്തെങ്കിലും പാപമുണ്ടോ? അപ്പം അത്രയും പാപത്തിൽ നിന്നിരുന്നൊരു മനുഷ്യനാണ് ഒടുവിൽ ഈ ഒരു മഹാകാരുണ്യത്തിൻ്റെ പാതയിലേക്ക് വരുമ്പോൾ തെരുവ് വിളക്കുകൾ അണക്കാൻ പോലും ഭയപ്പെട്ടിങ്ങനെ വിറങ്ങലിച്ച് നിൽക്കണം. എങ്ങനെയാണ് ഈ കരുണയിലേക്കൊക്കെ ഇത്രയും ഒരു മനുഷ്യൻ എത്താനാവുക? നടന്നു പോകുമ്പോൾ എതിരെ പോകുന്ന ആ പാതയിൽ ഇങ്ങനെ പുഴുക്കൾ എഴയുമ്പോൾ അതാരെങ്കിലും ചവിട്ടുമെന്നൊക്കെ ഭയന്നിട്ട് അതിനെയൊക്കെ എടുത്തിങ്ങനെ വഴിയോരത്തേക്ക് വെക്കുന്ന ഫ്രാൻസിസിൻ്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ഭാരതത്തിൽ അതിന് തുല്യനായിട്ട് പറയാവുന്ന രമണ മഹർഷിയാണ്. ഈ മനുഷ്യനും വല്ലാത്ത ദീനാനുകമ്പ ഉണ്ടായിരുന്ന മനുഷ്യനെന്ന് പറയുക. ഫ്രാൻസിസിലോട്ട് വളരെയേറെ പ്രതിപാദനം ചെയ്യപ്പെടാവുന്ന, ഓർമ്മപ്പെടുത്താവുന്ന, നമ്മുടെ ഒരു സാന്നിധ്യമായിട്ട് കരുതാവുന്ന രമണ മഹർഷിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ വ്രണത്തിലെ പുഴുക്കൾ വൈദ്യന്മാരെടുത്ത് കളയുമ്പോൾ അവർ പോയി കഴിയുമ്പോൾ ആ പുഴുക്കളെ വീണ്ടും വ്രണത്തിലേക്ക് എടുത്ത് വെക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ്? പുഴുവിൻ്റെ അന്നമാണ് വ്രണങ്ങൾ, നമുക്കിങ്ങനെ തടയാനായിട്ട് അവകാശമില്ല. അങ്ങനെ വല്ലാത്ത കരുണയിലേക്ക് എത്തുന്ന ഇത്തരം മനുഷ്യരുടെ പിന്നിലുള്ള പ്രകാശം എന്തായിരിക്കും? ഞാൻ വായിച്ച ഒരു സംഭവം കണക്കാണിത്. ഒരു ജ്യേഷ്ഠനുണ്ട്. അദ്ദേഹം ഒരു വളരെ ആയോധന കലയൊക്കെ പഠിപ്പിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പം അതിൻ്റെ ഒരു സെൻറ്റർ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ ഒരു ബാങ്ക് ലോണിന് വേണ്ടി അപേക്ഷിച്ചു. എല്ലാ പേപ്പറുകളും മുമ്പോട്ട് പോയി. ഒരു ദിവസം അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് സന്ദേശം വരുന്നു. ആൾ കൃത്യമായിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന മനുഷ്യൻ അതിൻ്റെ ക്ലർക്ക് പരുങ്ങുന്നു. അയാൾ പറഞ്ഞു, അപ്പോൾ തൊട്ട് മുമ്പ് വന്ന് ഈ ചെക്ക് വാങ്ങി അത് അടച്ചിട്ട് പോയി, അതിൻ്റെ പണമെടുത്ത് എന്തോ ഒരു പണയമായിട്ടുണ്ടായിരുന്നു, അതിനകത്ത് അടച്ചിട്ട് പോയത് ആരാണ്? അയാൾ പറഞ്ഞു, അറിയില്ലത്. അന്വേഷിച്ച് വരുമ്പോഴേക്കും ഇയാളുടെ തന്നെ അനുജനാണ് ചെയ്തത്. സ്വാഭാവികമായിട്ട് വാള് ഉറയിലിടേണ്ട ബാധ്യതയുള്ളൊരു മനുഷ്യനല്ലേ ഇയാൾ. അയാളുടെ ആ ജീവിത രീതി തന്നെ ഇങ്ങനെ ആയോധന കലകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇയാളെ എന്ത് ചെയ്യുന്നുണ്ട്? അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുക. കാരണം അത്രയും വലിയൊരു ചതി താങ്ങാൻ പറ്റുന്നില്ല. അയാളുടെ വീട്ടിൽ ചെന്നിട്ട് കൊട്ടുമ്പോഴേക്കും ഇയാളുടെ കുഞ്ഞു മകളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം അത് ഇയാളുടെ അലിവുണ്ടാക്കുമെന്ന് ഒരു ധാരണ അനുജന് എങ്ങനെയുണ്ട്. അതുകൊണ്ട് ഈ മകളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇയാൾ ഒന്നും ചെയ്യാനാവാത്തത് കൊണ്ട് ഈ മനുഷ്യൻ അയാളെ സ്പെയർ ചെയ്തു. പക്ഷേ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഓരോ ദിവസം ഇയാളിനകത്ത് പോഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനിടയിലാണ് ഇയാൾക്ക് കുറച്ച് ഇങ്ങനെ ക്രിസ്തുവുമായി ചില ബന്ധമൊക്കെ ഉണ്ടാകുന്നത്. അയാളിങ്ങനെ കുറേ കൂടി ക്രിസ്തു കേന്ദ്രിതമായ ഒരു ജീവിതത്തിലേക്ക് വരുന്നത്. അതിനിടയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു ഇടത്തിൽ വെച്ച് ജ്യേഷ്ഠൻ അനുജനെ കാണുന്നുണ്ട്. അന്ന് തനിക്ക് സംഭവിച്ച ഒരു മാറ്റത്തെക്കുറിച്ച് അയാൾ ഇങ്ങനെയാണ് പറയുന്നത്: ദൂരത്ത് നിന്ന് ഞാൻ എൻ്റെ അനുജനെ നോക്കി. അവൻ്റെ നെറ്റിത്തടം ഞങ്ങളുടെ അപ്പൻ്റെ കണക്കായിരുന്നു. അവൻ്റെ കണ്ണ് അപ്പൻ്റെ അതേ കണ്ണുകളായിരുന്നു. ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പതുക്കെ പതുക്കെ അവനല്ലാതെ മാറുകയും അവനിൽ ഞങ്ങളുടെ അപ്പൻ്റെ രൂപം തെളിയുകയും ചെയ്തു. സ്വന്തം അപ്പനെ എങ്ങനെ അവനിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെ അവനെ വെറുക്കാൻ പറ്റുക? ഞാൻ അവൻ്റെ പുറകിലൂടെ ചെന്നിട്ട് അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അനുജൻ ആദ്യം ഭയന്നു. പക്ഷേ ഞാൻ അവനോട് പറഞ്ഞു, നിന്നെ എനിക്കൊന്നും ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ക്ലേശിക്കാനായിട്ട് ക്ലേശപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിന്നിൽ തെളിഞ്ഞു വന്നത് നമ്മുടെ അപ്പൻ്റെ തന്നെ രൂപമാണ്. ഈ പ്രകാശത്തിൽ തന്നെയാണ്
ലോകത്തോട് നമുക്ക് കരുണ ഉണ്ടാകുന്നത്. അസിസിലെ ഫ്രാൻസിനൊക്കെ ഉണ്ടായ പ്രകാശം അത് തന്നെയാണ്. ഈ പെട്ടെന്നൊരു ദിവസം ഈ പ്രപഞ്ചത്തെ മീതെ നിൽക്കുന്ന ആ ചൈതന്യം തൻ്റെ അപ്പനാണെന്ന് പിടുത്തം കിട്ടി. പിന്നീട് അത് കൃത്യമായിട്ട് പിടുത്തം കിട്ടിയതുകൊണ്ട് ഇങ്ങനെ എല്ലാവരിലും ആ അംശം കാണാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണല്ലോ എല്ലാത്തിനും ഈ മനുഷ്യൻ സഹോദര എന്നൊക്കെ വിളിക്കുന്നത്. കവർച്ചക്കാർ വരുമ്പോൾ പോലും വിളിക്കുന്ന വാക്ക് സഹോദരൻ കള്ളാന്ന്, ബ്രദർ തീഫ്. എതിരെ ചെന്നായി വരുമ്പോൾ വിളിക്കുന്ന വാക്ക് ഇങ്ങനെ സഹോദരൻ ചെന്നായി എന്നാണ്. അപ്പോൾ കരുണയിലേക്കുള്ള ക്രിസ്തു കേന്ദ്രിതമായ ഒരു ധ്യാന വിചാരത്തിനകത്ത് ഇതല്ലാതെ വേറൊരു കുറുക്ക വഴിയില്ല. ഇങ്ങനെ ചുറ്റുപാടും ഉള്ള മനുഷ്യരില്ല, മുഖങ്ങളിലൊക്കെ അപ്പനെ കാണുക. ആ അപ്പനെ കാണാനായിട്ട് പറ്റുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കറിയാനാവും, എൻ്റെ കൂടപ്പിറപ്പുകളെ, എൻ്റെ ഉടപ്പിറന്നവരെ, പല കാരണങ്ങൾ കൊണ്ട് ഞാൻ കാണാതെ പോയവരെ എന്നോട് ക്ഷമിക്കണമേ. ആമേൻ. ജീവിതം പ്രഭാമയം സന്നിധാനം.